ആൽഫൈൻ്റെ നൈറ്റി മെറ്റീരിയൽസ് കൊണ്ടുവന്നതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ അത് അടുത്തത് ചുങ്കിടിയാണ് ഇപ്രാവശ്യം കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ കോട്ടൻ്റെ മിക്സ് ആൻഡ് മാച്ചുകളും അജ്രക്കുകളും ഉണ്ട്. പക്ഷേ അജ്രക്കുകൾ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ ആ മോഡലിന് 2-3 ഡിഫറെൻറ്റ് മോഡലുകളല്ല. അപ്പോൾ കൂടുതലും ഞാൻ ചുങ്കിടി തന്നെയാണ് എടുത്തിട്ടുള്ളത്. കൂടുതൽ ഓർഡർ ഉണ്ടായിരുന്നത് ഇപ്രാവശ്യം അതിനായിരുന്നു. ഇത് അടിപൊളി വെറൈറ്റി മോഡലിലായിട്ട് ചുങ്കിടി ഡിസൈനുകളുണ്ട്. ഇങ്ങനെയുള്ള മോഡൽ കുറച്ച് മുന്നേ വേറൊരു കോമ്പിനേഷനിൽ വേറൊരു പാറ്റേണിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇത് 7 കളറാണ് ഒരു മോഡലിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേഗം ഇതിലുള്ള ഈ നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കണം. അപ്പോൾ ഞാൻ ഫോട്ടോസ് അയച്ചുതരും. മതി, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്താൽ മതി. സെറ്റായിട്ട് ഇത്ര എടുക്കണം എന്നൊന്നുമില്ല. ഇനി ഇത്ര പീസുകൾ എടുക്കണം എന്നുമില്ല. 10 പീസ് എടുക്കുകയാണെങ്കിലാണ് ഹോൾസെയിൽ റേറ്റ്, അല്ലെങ്കിൽ റീറ്റെയിൽ പ്രൈസ് ആവും. പിന്നെ ബിസിനസ്സൊക്കെ തുടങ്ങിയോ? നല്ല രസം. 2 പേർക്ക് മെസ്സേജ് അയച്ചിരുന്നു, ഇത്ത പേടി മാറാനുള്ള എന്തെങ്കിലുമൊക്കെ ഒരു മരുന്ന് തരുമെന്ന്. എന്നും വിചാരിക്കും ബിസിനസ് തുടങ്ങണം, ഈ ആഴ്ച തുടങ്ങാം, അടുത്ത പ്രാവശ്യം തുടങ്ങാം. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഒരാൾ അത് അത്ര നഷ്ടമാവും ഇത്ര നഷ്ടമാവും എന്ന് പറയും. അപ്പോൾ ഒന്നും കൂടി ചിന്തിക്കാമെന്ന് വിചാരിക്കും. നിങ്ങളെ വീഡിയോ ഒന്ന് എടുത്ത് കാണും, അപ്പോൾ ഒരു ധൈര്യം കിട്ടും. പക്ഷെ അത് കഴിഞ്ഞ ഉടനെ തന്നെ പിന്നെ ഇങ്ങനെ മനസ്സിൽ നിന്ന് ആരോ പറയും, ഇതൊക്കെ കേട്ടുകാണ്ട് തുടങ്ങും, നഷ്ടം വന്നാൽ ആരും ഉണ്ടാവില്ല, പറയാനേ ആൾക്കാരുണ്ടാവുള്ളൂ എന്ന് തോന്നും. അപ്പോൾ അത് ശരിയാണ്, അതിൽ ഒരു സംശയവുമില്ല. നഷ്ടം വന്നാൽ നമ്മൾ ഒറ്റയ്ക്ക് തന്നെ സഹിക്കേണ്ടി വരും. പക്ഷെ നഷ്ടം വരും എന്ന് മാത്രം ചിന്തിച്ചിരുന്നിട്ട് എന്തെങ്കിലും നേടിയ ആൾക്കാരുണ്ട്, എന്തെങ്കിലും ചെയ്ത ആൾക്കാരുണ്ടാവും. ഒരുപാട് നഷ്ടം വന്നവർക്ക് പിന്നെ വിജയം വന്നിട്ടുണ്ടല്ലോ. വിജയമുള്ളവർക്ക് ആദ്യം നന്നായിട്ട് നമ്മൾ തന്നെ പറയാറുണ്ടല്ലോ, നമ്മളെ നാട്ടിലൊക്കെ ഓരോരോ ആ ഷോപ്പ് തുടങ്ങിയതിൽ എന്തൊരു കച്ചവടം, പിന്നെ അതില്ലാന്ന്. അതുപോലെ തുടക്കത്തിൽ ഭയങ്കര ആരും ഇല്ലാത്തൊരു കടയായിരുന്നു. ഇപ്പം എന്താണ് അവിടുത്തെ തിരക്ക് എന്ന് നമ്മൾ തന്നെ പറയലുണ്ട്. അപ്പോൾ ഏതൊരു കാരണത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. അപ്പോൾ അതെല്ലാം ഫേസ് ചെയ്യാനുള്ള ധൈര്യം ആദ്യം നമ്മൾ മനസ്സിൽ ഉൾക്കൊള്ളുക. ഒരുപാട് എടുത്തു വെച്ചിട്ട് വലിയ ബിസിനസ്സുകാരിയാണ് തുടക്കത്തിൽ തന്നെ ഉണ്ടാവാൻ നോക്കരുത്. ആദ്യം നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്തിട്ടോ അതല്ലെങ്കിൽ ഓൺലൈനായിട്ട് ചെയ്തിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എന്തെങ്കിലും കസ്റ്റമേഴ്സിന് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതിൻ്റെ ശേഷം ഒരുപാടാക്കിയിട്ട് തുടങ്ങുക. പലർക്കും തെറ്റുപറ്റുന്ന കാരണം അതാണ്. ഓലെന്ത് ചെയ്യും, ഒരു രാത്രി കണ്ട് തോന്നും കണ്ട് തുടങ്ങണം, അങ്ങനെ എങ്ങനെയൊക്കെ പൈസ ഒപ്പിച്ചിട്ട് ഓലാണ്ട് തുടങ്ങും. എന്നാലും ആ സമയത്ത് ഓൽക്ക് കസ്റ്റമർ ഉണ്ടോ ഉണ്ടാക്കാൻ ഒന്നും ഓല് നോക്കൂല. കുറേ കണ്ട് ഇറക്കിയിട്ടിരിക്കുന്ന ആരോടെങ്കിലും ചോദിക്കുക, അതും ചെയ്യൂല. ചോദിക്കാൻ മടിയാണ്. ഇതൊക്കെ ചുങ്കിടി തന്നെയാണ്, പക്ഷേ ഈ ചുങ്കിടി ഒന്നും ചോദിക്കണ്ട. ഇതൊക്കെ നമ്മളെന്ത് ചെയ്ത് പാക്ക് ചെയ്ത് വിട്ട് കൊടുത്ത് കഴിഞ്ഞ് ഇതൊക്കെ ഓരോ ഷോപ്പിലേക്ക് വൈറ്റ് മോഡലിലുള്ള ലൈറ്റ് കളേഴ്സുകളിലുള്ള ചുങ്കിടി. ഈ ചുങ്കിടിയാണ് ഇപ്പം സ്റ്റോക്ക് ഉള്ളത്. ഇതാണിപ്പോൾ ഇവിടെ കൂടുതൽ ആൾക്കാർ ചോദിച്ചു വെച്ചിരുന്നത്. അപ്പോൾ ഇതിവിടെ 70 പീസ് ഉണ്ട്. വേണ്ടവർക്ക് 70 പീസേ ഉള്ളൂ. ബാക്കി പീസുകളൊക്കെ പാക്ക് ചെയ്ത് വിട്ട് കഴിഞ്ഞ് അപ്പോൾ അത് വേണ്ടവർക്ക് ചോദിക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വന്നത്, നിങ്ങൾക്ക് പേടി മാറാനുള്ള മരുന്നൊന്നും നമ്മളെ കയ്യിലില്ല. നമ്മൾ പലരും പറയാറുണ്ട്, ഒരാൾ കൂടെ നിന്ന് പറയാൻ ആളില്ലാത്തതുകൊണ്ട്, ഒരാൾ തുടക്കം വെക്കാൻ പറയാൻ ആളില്ലാത്തതുകൊണ്ട് തുടങ്ങാത്തതാണെന്ന് പറയാം. അങ്ങനെയുള്ളവർക്കുള്ള ഒരു ഒറ്റമൂലിയാണ് എൻ്റെ അടുത്തുള്ളത്. അത് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കളിയാക്കാൻ എനിക്ക് ഒരുപാട് പേരുണ്ട്. അപ്പോൾ കളിയാക്കണമല്ലോ, ഓല പണിയെടുത്തോട്ടെ, ഞാൻ എൻ്റെ പണിയെടുത്ത് അങ്ങനെ പോവും. അതിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, നിങ്ങൾക്ക് നിങ്ങൾ എൻ്റെ അടുത്ത് സാധനം വാങ്ങണം. ചിലർ എന്നോട് അങ്ങനെ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കലുണ്ട്, ഞങ്ങളടുത്ത് സാധനം വാങ്ങാൻ വേണ്ടിയിട്ടല്ല ഇപ്പം നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ് വെറുപ്പിക്കേണ്ടതെന്ന്. നിങ്ങൾ സാധനം വാങ്ങിയാലും ഇല്ലെങ്കിലും നമ്മൾ 12 വർഷമായി തുടങ്ങിയിട്ട് അഹങ്കാരം പറയല്ല. നമ്മളിപ്പോൾ ഒരു അങ്ങാടിക്ക് ഇറങ്ങിയാൽ അവിടെ ഒരു ജ്വല്ലറി ആവില്ല, ഒരു ബേക്കറി ആവില്ല, ഒരു ഷോപ്പ് ആവില്ല. എൻ്റെ അടുത്ത് തന്നെ ഈ നൈറ്റി ബിസിനസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട്. അപ്പം മറ്റുള്ളവരുടെ അടുത്ത് ഇല്ലാത്ത എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേകത നമ്മൾ സ്വയം ഒരു ബ്രാൻഡ് ഉണ്ടാക്കാൻ നോക്കുക. അപ്പോൾ നമുക്കുള്ളതിൽ നമ്മളെ അടുത്ത് തന്നെ എത്തും. നമ്മളെ എല്ലാ പ്രശ്നങ്ങളും തീർന്നിട്ട് നമുക്കൊരാളെ സഹായിക്കാനോ നമുക്കൊരാളെ കാര്യത്തിൽ ചെയ്യാനോ പറ്റും. നമുക്കൊരു കാര്യം ചെയ്യാനും എല്ലാ പ്രശ്നങ്ങളും തീർന്നിട്ട് ഇപ്പോൾ ഒരാൾ പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ കുറച്ച് കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്ന് വീടട്ടെ എന്ന് വിചാരിക്കും. ഒരു കടം തീരുമ്പോൾ പിറ്റത്തെ കടം വേറെ വരും. അങ്ങനെ നിന്ന് ഇപ്പം എനിക്ക് തോന്നുന്നില്ല കടം വീടിയിട്ട് ഞാനൊരു പണിക്ക് ഇറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ കടം വീട്ടാനുള്ള പണി ഞാനും കൂടി ഒന്ന് നോക്കട്ടെ വെച്ചിട്ട് ഇറങ്ങിയതാണെന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഒരാൾ 15 പീസ് എടുത്ത്, പേര് കാര്യങ്ങളൊന്നും പറയണില്ല. പക്ഷെ എന്നാലും അപ്പോൾ അവർ ഒരു ഇടയ്ക്കിടയ്ക്ക് എനിക്ക് മെസ്സേജ് അയക്കും. എൻ്റെ നല്ലൊരു സബ്സ്ക്രൈബറാണ്, എൻ്റെ അടുത്ത് എന്ത് തെറ്റ് വീഡിയോയിൽ പറ്റിയാലൊക്കെ പറയുന്ന ആളാണ്. അപ്പോൾ വന്നിട്ട് എല്ലാ വീഡിയോസ് ഇടുമ്പോഴും സ്ക്രീൻഷോട്ട് ഇട്ടിട്ട് ഇതിനെത്ര റേറ്റിംഗ് വാങ്ങണം എന്നുണ്ട്. പക്ഷേ ഞാനും ഒന്നും പറയാറില്ല. കാരണം അതൊക്കെ നിങ്ങളെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളടുത്ത് വാങ്ങുക, പുറത്തുനിന്ന് വാങ്ങുക, എന്തായാലും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും ഓരോരോ കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയാൽ ഫാമിലിയിൽ ഞങ്ങളെ ഫാമിലിയിൽ തന്നെ ഉള്ള ഒരാളുണ്ട്, എന്നും ആ കുടുംബത്തിൽ ഓരോരോ പ്രശ്നങ്ങളാണ്.
ബാപ്പയും ഉമ്മയും ഇപ്പോൾ വേറെ ഒറ്റക്കായിട്ട് ക്വാർട്ടേഴ്സിലാണ്. ഇളച്ചിൻ്റെ വീട്ടിലാണ്, മൂത്തച്ചി മാത്രം ആ വീട്ടിൽ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വെറും പാരകൾ മാത്രം. ഇപ്പം എന്ത് ചെയ്ത് ഈ ഇളച്ചിനും വേറൊരു മുത്തച്ഛനെ പഠിപ്പിച്ചൊരു ടീച്ചറാക്കാനുള്ള മോണ്ടിസോറി അതിൽ ചേർത്തിട്ടുണ്ട്. ഇളച്ചി എന്തോ ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ എന്തോ ഒരു ഇതിന് ചേർന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടാളും രണ്ട് കാര്യത്തിലും തിരക്കിലായപ്പം വലിയ പ്രശ്നമില്ല. അപ്പം അമ്മയും ബാപ്പയും കോട്ടേഴ്സൊക്കെ ഒഴിവാക്കി പരിക്കന്നെ വന്ന് ഇപ്പം എല്ലാവരും ഒരുമിച്ചാണ്, ഒരു വീട്ടിലാണ്. ആർക്കും പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം എന്താ ഈ പ്രശ്നങ്ങൾ നോക്കാൻ സമയമില്ല. അപ്പോൾ രണ്ടാളെ കാര്യങ്ങളുമായിട്ട് തിരക്കിലാണ്. വന്നാൽ ഓൽക്കോല കുട്ടികളെ കാര്യം പിറ്റേന്നൊക്കെ സ്കൂളിലേക്കും ഇവിടേക്കും ചെയ്തു കൊണ്ടുള്ള കാര്യങ്ങളായിട്ട് തിരക്കിലായപ്പം കുച്ചിപ്പുറ്റ് നോക്കാൻ നേരില്ല. മറ്റേത് അമ്മായിമ്മ എന്നെ കണ്ടപ്പോൾ ഒന്ന് ചിരിച്ച്, അങ്ങോട്ട് നോക്കിയപ്പോൾ ഒന്ന് വർത്താനം പറഞ്ഞ്, ഇങ്ങോട്ട് പറഞ്ഞ് അങ്ങോട്ട് പറഞ്ഞ് ഈ കുച്ചിപ്പുറ്റ് നോക്കാനേ നേരമുള്ളൂ. ഇപ്പം മരുക്കളായാലും മനസ്സിതാണ്, മനസ്സൊരു കാര്യം ചെയ്യാൻ ഓൾക്ക് മനസ്സിലൊരിത് തോന്നില്ല. കാരണം ഇങ്ങനെ പുറത്തേക്ക് തിരുമ്പോൾ ചിരിക്കാനും ദിക്കാനും ആൾക്കാരാണ്. എല്ലാം നമ്മളെ മാത്രം കുറ്റപ്പെടുത്താൻ നമുക്ക് സ്വയം തോന്നുകയാണ്. അപ്പം തോന്നലുകൾക്കും തോന്നായികൾക്കൊക്കെ ഒരു മാറ്റം ഉണ്ടാവും. ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യങ്ങളിൽ നമ്മൾ സ്ഥിരം എൻഗേജ്ഡ് ആയിട്ട് നിന്നാൽ അത് അനുഭവിച്ചവർക്ക് മനസ്സിലാവുള്ളൂ പറഞ്ഞാൽ. അല്ലാത്തവർക്ക് ഇങ്ങനെ പറയാനുള്ളൊരു മാതൃക മാത്രമായിട്ട് മാറും. എന്തായാലും ആവശ്യമുള്ളവർ ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക. അതിൻ്റെ കൂടെ നമ്മളെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്ന് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും